അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു. പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി മരിക്കാറുണ്ടല്ലോ. പക്ഷെ 2 പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ദാരുണമായ അമരണത്തെക്കുറിച്ച്. നമ്മൾ ഇതുവരെയും കേട്ടതെല്ലാം തന്നെ ഭർതൃ വീട്ടിലെ പീഡനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോയിൽ അവരുടെ, അതായത് ഷൈനിയുടെ പിതാവിന്റെ, അച്ഛന്റെ വോയിസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ചാനലിന് അവർ നൽകിയതാണ്. ഈ ചാനലിൽ നിന്ന് ഇത് നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യത ഒഴിഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്. ചിലതൊക്കെ പുറത്തു വന്നാൽ അത് തനിക്കും കുടുംബത്തിനും കൂടി പ്രശ്നമാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മകളും മകളുടെ മക്കളും മരിച്ച സംഭവത്തിന്റെ ഒരു വേദനയുടെ ഒരു ലാഞ്ചന പോലും ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ശബ്ദത്തിൽ പോലും അത് പ്രതിധ്വനിക്കുന്നില്ല, ആ വേദന പ്രതിധ്വനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം രൂപതയിലെ ഒരു അച്ഛൻ, ഫാദർ പറയുകയാണ്, വൈദികൻ പറയുകയാണ്, ഷൈനിക്ക് ഭർതൃ വീട്ടിൽ നിന്ന് മാത്രമല്ല പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്, സ്വന്തം വീട്ടിൽ കൂടി നിന്നാണ്. കാരണം ഷൈനി മക്കളുമായി കഴിഞ്ഞ 9 മാസമായിട്ട് ഈ വീട്ടിൽ വന്നു നിൽക്കുകയാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പുള്ള രാത്രിയിലും ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്നു. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം, ആ വീട്ടിൽ ഷൈനിക്കും മക്കൾക്കും നേരെ ഒരു അന്യതാബോധം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഷൈനി ആ വീട്ടിൽ നിന്ന്, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് കൂടി ഇത്തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് കൂടി പുറത്തു വരികയാണ്. ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഷൈനിക്ക് ലഭിച്ച ജോലിയെക്കുറിച്ചാണ്. ഷൈനിക്ക് ലഭിച്ച 2 ജോലി ഇല്ലാതെയാക്കിയത് ഷൈനിയുടെ പിതാവാണ്. ഈ പിതാവും ഈ കുടുംബത്തിൽ നടത്തിക്കൊണ്ടിരുന്ന, അതായത് ഷൈനിയുടെ മക്കൾക്ക് കൂടി അവിടെ സുരക്ഷിതത്വമില്ല, അതായത് അവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഷൈനി ഈ വീട്ടിൽ വന്ന് നിന്നിട്ട് പലതരത്തിലും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഷൈനിക്ക് ജോലിയില്ല, മക്കളുടെ കാര്യം നടത്തണം. ഷൈനി മക്കളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതോടുകൂടി, അതായത് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് വന്നതോടുകൂടി നോബി ഇവരുടെ ചെലവുകൾ, മക്കളുടെ ചെലവുകൾ അടക്കം കുറയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു, കുറച്ച് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഷൈനിക്ക് മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല. സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും ചില വീടുകൾ അങ്ങനെയാണ്, ചേർത്ത് നിർത്താൻ മടിയാണ്. കെട്ടിച്ചു വിട്ട മക്കൾ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാധ്യതയാകും എന്നുള്ളത് പല സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു നീക്കം ഈ കുടുംബത്തിൽ ഷൈനിക്കും മക്കൾക്കുമെതിരെ നടന്നിരുന്നു. ഷൈനിയും മക്കളും തീർത്തും ആ വീട്ടിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർക്കും ഇതേക്കുറിച്ച് അറിയാമെന്നാണ് ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതായാലും ഈ വൈദികൻ പറയുന്ന ഷൈനിയുടെ കുടുംബത്തിൽ ഷൈനി നേരിട്ടിട്ടുള്ള ചില വസ്തുതകൾ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇരുവശവും ചിന്തിക്കണമല്ലോ. നമുക്ക് മുമ്പിൽ കിട്ടിയ ആ ഓഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല. 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രി സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാന്നാണ് പറഞ്ഞത്, ഈ ജോലി കിട്ടണോ വേണ്ടോ എന്ന്.
മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിലും ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ലാന്ന് പറയാനും പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു. ഇനി ഒരു പെട്ടെന്നുള്ള ബോധത്തിൽ തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് അയച്ചത്. ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനാ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിരിക്കും. നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി. ഇത് മറച്ചു വെച്ചെന്നുള്ള എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എത്രയും പെട്ടെന്ന് പോലീസ് പറയും. പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസെടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പൊ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങ് തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാർക്ക് മനസ്സിലാക്കിക്കോളും. പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അത് കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചുപേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ അടി വരെ കെട്ടി. അപ്പോ ചുങ്ക ഇടവക്കാരും നാട്ടുകാരും അച്ഛനൊക്കെ എന്നെ അടുക്കുമായിരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും മരുമോളും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ ഭീഷണിയൊന്നും മാറാൻ പോകുന്നില്ല. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൊടുക്കാൻ. അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല. ആരും ഉപദേശിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ പ്രശ്നവുമാണ്. ഈ 2 പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാരിത്താസ് എന്നുള്ള ഒറ്റ കാരണം, അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല. മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ്. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം. അപ്പം കുടുങ്ങുവാണെങ്കിൽ അപ്പം കുടുങ്ങട്ടെ, അമ്മ കുടുങ്ങുവാണെങ്കിൽ അമ്മ കുടുങ്ങട്ടെ. ആ വീട്ടിലെ പ്രശ്നം പുറത്തുവിടാൻ തയ്യാറാകണം. ഇത് പുറത്തു വിടുകയല്ല, അച്ഛനും പറയല. ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തു പറയുന്നില്ല. ഇനി ഈ കെട്ടിയോളെ തല്ലിയിട്ടുണ്ടോ, കേസ് കൊടുക്കണം. ചുങ്കങ്കാര് പറയട്ടെ തല്ലിയിട്ടില്ല. ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കുകളുടെ പേരിലും അമ്മായിമ്മ പോയതിന്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് മുതലും ചെയ്യാൻ പറ്റും. എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല. പക്ഷേ ഈ കാരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ജോലി കിട്ടാഞ്ഞിട്ടല്ല, കുടുംബ പ്രശ്നമാണ്. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി മരിക്കാറുണ്ടല്ലോ.
പക്ഷെ 2 പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല. മക്കൾക്ക് കാര്യത്തിൽ അത് ജോലി കിട്ടാൻ കാര്യമായില്ലല്ലോ, അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ. പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം. ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാരിത്താസ് വികാരിക്ക് അറിയാമായിരുന്നു. അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ജീവൻ പോയി അദ്ദേഹം പറയുകയല്ല ഉള്ളിലെ കാര്യം, ഈ പ്രശ്നം എന്താണ്, തലേദിവസം അവിടെ എന്താ സംഭവിച്ചെന്നും പറയാം. ഇത് പുറത്തു വിടാൻ ഈ സഭയ്ക്ക് പരിമിതികളുണ്ട്, ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് സത്യം പോലീസിൽ പറയുക, യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക. അത് അപ്പനാണെങ്കിലും ശരി, അമ്മായിപ്പനാണെങ്കിലും ശരി, ആ അമ്മായിമ്മയാണെങ്കിലും ശരി, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നീ കെട്ടിയോൻ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യട്ടെ. അവനെ പെണ്ണുകൾക്ക് കൈവച്ചവനല്ലേ. അടിച്ചവന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത്, റിപ്പോർട്ട് ചെയ്യണം, പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം. പള്ളിയിലെ അച്ഛന്മാർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന്റെ പണിയല്ല കുടുംബ പ്രശ്നം തീർക്കില്ല. അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി. ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും സന്തോഷം അതാണ്. ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മര്യാദയ്ക്കിരുന്നു.